നമസ്തേ. സപ്തവർണ്ണ എന്ന ഖണ്ഡകാവ്യത്തിലെ ഒന്നാം ഭാഗത്തിലെ ഇതിവൃത്തം. യോഗിവര്യനായ ചിത്രകാരൻ ഒരു പ്രഭാതത്തിൽ പ്രകൃതി രമണീയമായ വനാന്തരത്തിൽ വന്നു ചേർന്നു. ചിത്രകലയിലെ തന്റെ സിദ്ധി വൈഭവം കൊണ്ട് താമരപ്പൂക്കളെയും ശലഭങ്ങളെയും കബോധങ്ങളെയും സൃഷ്ടിച്ചു. മറ്റൊരു ബ്രഹ്മാവിനെ പോലെ ദേവദാരു ചോട്ടിലിരിക്കവേ ചിത്രം വരച്ച പാറയിൽ കാടത്തിപ്പെണ്ണിന്റെ അശരീര ശബ്ദം കേട്ടു. നാരീമണിയായ അവളുടെ കഴിഞ്ഞകാല സംഭവങ്ങൾ അറിഞ്ഞ ചിത്രകാരൻ അവൾക്ക് പുനർജന്മം നൽകി. 7 നിറങ്ങൾ ചാലിച്ച് ചിത്രം വരച്ച് അവളെ സൃഷ്ടിച്ചതിനാൽ ചിത്രകാരൻ അവൾക്ക് സപ്തവർണ്ണ എന്ന നാമധേയവും നൽകി. ഇനി രണ്ടാം ഭാഗം കേൾക്കാം. വേനൽ തീച്ചട്ടിയുമായി നടക്കുന്നു, വാനിൽ പിജുമേഘങ്ങൾ പാറി നീങ്ങുന്നു, കങ്കണമിട്ടു കിലുക്കിയ പൈമ്പുഴ മൈക്കണ്ണി വേപതാലുട്ടിയൊരുകുന്നു. വേനൽ തീച്ചട്ടിയുമായി നടക്കുന്നു, വാനിൽ പിജുമേഘങ്ങൾ പാറി നീങ്ങുന്നു, കങ്കണമിട്ടു കിലുക്കിയ പൈമ്പുഴ മൈക്കണ്ണി വേപതാലുട്ടിയൊഴുകുന്നു. ആഗതനെ പോലെ ഗ്രീഷ്മമണയവേ വാഗമരത്തിന് ഹർഷത ശോഭനം, കാന്തിപർണങ്ങൾ തളിർക്കുന്ന ശാഖികളേന്തും മലർവൃന്ദങ്ങൾക്കൊരാന്തോളനം. മഞ്ചാടിക്കുന്നുകളിലൊട്ടു തങ്ങാതെ പൊന്മുളം കാട്ടിൽ ഒളിച്ചു കളിക്കാതെ വാഹിനി തൻ കുളിരെത്തിച്ചിരിക്കുന്ന മാരുതമല്ല നിന്നെന്തു ചൂളം വിളി. വന്മരു ചില്ലകൾ താങ്ങി നിർത്തിയ വമ്പഴും പുല്ലിൻ നിവേശനം തന്നുള്ളിൽ സപ്തവർണ്ണ തയ്യലാൾ വാകസൂനത്താൽ സപ്തമം കുന്തള മാല്യം കുരുക്കുന്നു. അദ്രുമത്തായി തടിത്തോലിൻ മീതെ ചിത്രസാധകൻ തൂവെള്ള ചായം പുരട്ടുന്നു. മിന്നും നനുപ്പാർന്ന ഓരോ കളമങ്ങൾ സത്വരം ചാതുര്യമോടെ നിറയുന്നു. പാടലയോട്ടം മുളയ്ക്കുന്നു ശ്യാമള ലോചനയാമ്പൽ മുകുളം മലരുന്നു. തൂവന്ന മേനിയിൽ പാദങ്ങൾ നീളുന്നു, ആപാദചൂടമലങ്കാരമെത്തുന്നു. ശ്രദ്ധയാൽ പക്ഷങ്ങൾ രണ്ടും വരയ്ക്കവേ ഹംസമൊരെണ്ണം പറന്നുയർന്നിടുന്നു. സൗമ്യ കല്ലോലങ്ങൾ പാടും സരസിലായി സാമൂതം നീന്തി തുടിക്കുവാൻ താഴുന്നു. ആ മരാളത്തിൻ പുളകോത്സവം കണ്ട് താമര പൂങ്കുളത്തിൻ ഓമൽ സൈകതേ ഒറ്റത്തിരി വിളക്കിൻ ദീപനാളം പോൽ നിൽക്കുന്നു നിസ്തന്ത്ര ചിത്തന്നൊരു പുമാൻ. ബാലരവി പോൽ വിളങ്ങുന്ന ആലന പാലത്തിലിട്ട മാലയ ഗോപിക്കുറി പുള്ളും വെയിലേറ്റു വീഴുന്ന സേതകത്തുള്ളിയാലുപ്പു നനഞ്ഞു പടർന്നു പോയി. കിന്നരി നൂലിനിഴകളാൽ തുന്നിയ അഞ്ചിത ശോഭ നിറഞ്ഞ കവചമോ കായിക വിദ്യ പഠിച്ചൊരാഗാത്രത്തെ മൂടുന്നു സാഗരത്തിൻ തിരച്ചാത്തുപോയി. വടിവോടു തീർത്ത ഉറപ്പുള്ള ചാപം ഇടം പ്രവേഷ്ടത്താൽ പിടിച്ചിരിക്കുന്നു. ശസ്ത്രകം പോലെ ഉറച്ച തോൾ പാർശ്വത്തിലുള്ള യുറയിൽ പരശതം പത്രികൾ. വലം കരം തന്നിലെ അങ്കുലീയത്തിൽ വിളങ്ങുന്നൊരു വജ്ര ഊർദികം തന്നിൽ നിറഞ്ഞൊരാരശ്മി പതിച്ചിടവേ കൻശരം തൊടുത്തു തിരിഞ്ഞു ചിത്രകാരൻ. തേജോമയനായ മാനവനാ ചിത്രം മാന്ത്രികന്റെ മുന്നിലെത്തി പ്രമോദത്താൽ ചൊല്ലുന്നു, ഞാനാണു കുന്നല ദേശത്ത് നല്ല ഭരണം നടത്തുന്ന ഭൂപതി. നായാട്ടിനായി വനാന്തരത്തിൽ വന്നു നാവൂവരള വേദാഹ നീർമോന്തുവാൻ കാവേരിതൻ പുളീനത്തിലെത്തെ ചിത്രകോവിദനാം നിന്നെ കണ്ടു ഞാൻ സാത്ഭുതം. നാളെ പുലർകാല വേളയിൽ നീ എന്റെ പാളയത്തിൽ വന്നു ചേരുക സ്വാഗതം. നാളെ പുലർകാല വേളയിൽ നീ എന്റെ പാളയത്തിൽ വന്നു ചേരുക സ്വാഗതം. മന്നവന്റെ ഉച്ചസ്ഥായി തൻ ഭാഷണം മങ്കയവൾ കേട്ടു സാഹൂതമെത്തുന്നു. ചക്രവർത്തിയുടെ ആകാര സൗഷ്ഠവം ചക്രവാകി പക്ഷി പോലവൾ വീക്ഷിപ്പൂ. പൂമുരത്തുഞ്ചത്തിരിക്കും കപോതങ്ങൾ
പൂമരത്തുഞ്ചത്തിരിക്കും കപോതങ്ങൾ ക്രോധത്താലെന്തോ കലമ്പിക്കുറുകുന്നു. പ്രത്യുത്തരം പോലും ആരായാലെമ്പാതെ അത്യന്ത വേഗതയിൽ നടകൊണ്ടതാ ആറിൻ കടവത്തു നിന്നിടുമശ്വത്തിൻ മീതെ കയറി കുതിക്കുന്നു പാർത്ഥിവൻ. ചിത്രകാരൻ ഒരു വെൺശിലാമഞ്ചത്തിൽ ചെന്നിരുന്നു മുനിവര്യനെ പോലവേ. മൗനം ഭുജിച്ചു തൻ ദീക്ഷ തലോടുന്നു. പശ്ചിമ ആകാശഭിത്തി ചുവക്കുന്നു. കാകന്നൊരു മീനരാഞ്ചി പറക്കുന്നു. കാഞ്ഞിരക്കൊമ്പത്തിരുന്നു കൊക്കാട്ടുന്നു. സപ്തവർണ്ണ യുവസന്നിധിയിൽ ചെന്നു തൃച്ചേവടി തൊഴും ദാസിയെപ്പോലൊരു വിട്ടുകൊള്ളുന്നു. നീ പോവുക നാളെയ കൊട്ടാര പോവുക വാതിലിൽ ധന്യനായി. കൽപ്പന എന്തെന്നു കേട്ടു വരൂ. നിജം ലംഘനം പാടില്ലെന്നോർത്തുകൊണ്ടിടണം. മന്ത്രനിനാദം പറയുന്നു സ്വസ്തികൻ. ചെല്ലുവാൻ പാടില്ല ഞാനാ പുരിക്കുള്ളിൽ. ഉത്തമനല്ലയാ രാജാതിപുങ്കവൻ. ഉത്തമനല്ലയാ രാജാതിപുങ്കവൻ. പൊത്തിലൊളിക്കും കരിനാഗമല്ലയോ. അന്നേരം ആർദ്രഭാവത്തിലായങ്കന ചൊന്നിടുന്നു. നീ അനർത്ഥങ്ങളൊന്നുമേ തട്ടിപ്പിടിച്ചു വരുത്തി വച്ചിടണ്ട. കട്ടായം നാളെ നീ കൊട്ടാരമെത്തണം. ഉൾത്തടത്തില്ലെന്തോ അങ്കുരിക്കും പോലെ ഉന്മേഷം പൂണ്ടവൻ ഉത്തരമോദിനാൽ. എൻ പ്രിയ സാത്വികേ, നാളത്തെ വാസരം എത്തിടും കാലെ ഞാൻ ആമണി കർമ്മത്തിൽ. എൻ പ്രിയ സാത്വികേ, നാളത്തെ വാസരം എത്തിടും കാലേ ഞാൻ ആമണി കർമ്മത്തിൽ.